ഗുഡ് ആഫ്റ്റർനൂൺ ഷർഫു. ഗുഡ് ആഫ്റ്റർനൂൺ. സെറ്റാണോ? ഞങ്ങളെ പേടിപ്പിക്കാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണോ? പേടിക്കേണ്ടി വരില്ല. അങ്ങനെ പേടിപ്പിക്കുക എന്നുള്ളത് ഒട്ടും അതില് ഭയങ്കരമായിട്ട് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പേടിക്കാനൊക്കെ നമുക്ക് കുറച്ചേ തോന്നുള്ളൂ. അതിനേക്കാൾ ഉപരി അതിന്റെ ഒരു ഫാന്റസി എലമെന്റ് ആയിരിക്കും ഏറ്റവും രസകരമായിട്ട് ഉണ്ടാവുക. മമ്മി സ്നേഹമാണല്ലോ എല്ലാവർക്കും. മമ്മി ഒരിക്കലും പേടിപ്പിക്കും. അങ്ങനെ പറയരുത്. ഇംഗ്ലീഷിൽ നിന്ന് വന്ന മമ്മിയൊക്കെ ഞങ്ങളെ നന്നാലും പഠിപ്പിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ മമ്മി പേടിപ്പിക്കും. നമ്മളെ ഈ നാട്ടില് നമ്മുടെ മലയാളക്കരക്കാർക്ക് എന്തിനാണ് പേടിപ്പിക്കുന്നത്? അങ്ങനെ പേടിപ്പിക്കൂ? നമ്മളൊക്കെ സ്വന്തമല്ലേ. ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഷർഫ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചോദിച്ചത് തന്നെ ആയിരിക്കും അല്ലെ, ശരിക്കും പേടിപ്പിക്കോ ഷർഫു എന്നുള്ളത്? അത് സിനിമ കാണുമ്പോ മനസ്സിലാവും. അതിന്റെ ഒരു പേടി എന്ന് പറയുന്ന എലമെന്റിനേക്കാളും അതിൽ നമുക്ക് ഇഷ്ടമാവുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ടാവും. അതായിരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുക. അതിൽ ഹ്യൂമർ പരിപാടിയായിരിക്കും, കോമഡി ആയിരിക്കും. ഇത്രയും തമാശയുള്ള ഒരു പ്രേതം ഈ അടുത്തെങ്കിലും വന്നിട്ടുണ്ടാവില്ല. എനിക്ക് വയ്യ. അപ്പൊ എല്ലാരും ഇനി കമ്പനി കൂടാൻ പ്രേതം. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമ്പനി കൂടാൻ റെഡി ആകാൻ പോകുന്ന ഒരു പ്രേതമായിരിക്കും അപ്പൊ. അതെ, എല്ലാവരും വളരെ 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 വെൽ കണക്റ്റഡ് ആവാൻ പോകുന്ന ഒരു മമ്മി ആയിരിക്കും, പ്രേതമായിരിക്കും. ഞാൻ ഹലോ മമ്മിയിൽ എത്തുന്നതിന് മുമ്പ് ഷർഫുവിന്റെ വിശേഷങ്ങൾ വേറെ എന്തൊക്കെയുണ്ട്? ഹൗ യു ഡൂയിങ്? ഹാപ്പി, സൂപ്പർ ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാനിപ്പോ പടക്കളം എന്ന് പറഞ്ഞ ഫ്രൈഡേ ഫിലിംസിന്റെ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ തന്നെ ഒരു മൂവി റിലീസ് ചെയ്യുന്നുണ്ട് ഓൺ 29th. ഈ തമിഴ് സിനിമയാണ്, ആദ്യത്തെ തമിഴ് സിനിമയാണ്. അപ്പൊ അത് ഈ കമ്മിങ് 29ന് റിലീസ് ആകും വേൾഡ് വൈഡ്. സ്വർഗവാസൽ അതാണ് റിലീസ് ആകുന്നത്. പിന്നെ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയുണ്ട് പെറ്റ് ടെക്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സോ വിശേഷങ്ങൾ ചോദിക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഹലോ മമ്മി എന്ന് തുടങ്ങാം. ബിക്കോസ് അതാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, ഞങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പോകുന്നത്. ഹലോ മമ്മി എന്ന് പേര് കേൾക്കുമ്പോ ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നിയത് ഒരു ഫാമിലി എന്റർടൈനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഏതൊരു സിനിമ. കാരണം ട്രെയിലറിന്റെ ആദ്യ പകുതിയും നമ്മൾ ഓക്കെ ഇത് നമ്മൾ അറിയാം, പ്രണയം ഓക്കെ, പെട്ടെന്നായിരുന്നു അതിനൊരു ട്വിസ്റ്റ് അടിച്ചത്, ഒരു കാറ്റടിച്ചത്. ആ കാറ്റിലാണ് ഞാനും അടിച്ചു പോയത്. അത് തന്നെ ചോദിക്കാനും വന്ന്. ഷരഫു അടിച്ചു വീണത് എവിടെയായിരുന്നു ഈ കഥയിലെന്ത്? ആ കഥയുടെ ആ ഭാഗത്ത് തന്നെയാണ് ഞാനും ഭയങ്കരമായിട്ട് എന്താ പറയാ വീണ് പോയത്. സിനിമയുടെ ആ കഥയുടെ ആ ഭാഗം എത്തിയപ്പോഴാണ് എനിക്കും തോന്നിയത് ഇത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിട്ട് മാറിയത്. എനിക്ക് കാര്യം തോന്നി ഷർഫിലേക്ക് ഇപ്പൊ ഈ ഹൊറർ കോമഡി എന്നുള്ള ജോണർ ഭയങ്കര വർക്ക്ഔട്ട് ആകാൻ സാധ്യതയുള്ള ഒരു ജോണർ തോന്നി. കാര്യം ബോളിവുഡിനൊക്കെ ഞങ്ങൾ പറയുന്നത് നമുക്ക് ഒരുപാട് കാലമായി ഒരു സിനിമ അവിടെ വർക്ക്ഔട്ട് ആവാതെ ഇരുന്നിട്ട് ആകെ അവിടെ വർക്ക്ഔട്ട് ആയത് സ്ത്രീ ആയിരുന്നു. സ്ത്രീ 2 വന്നപ്പോഴായിരുന്നു. സെയിം ജോണർ. ഈ ജോണറും നമ്മുടെ മലയാളത്തിൽ അധികം പരീക്ഷിച്ചിട്ടില്ല. ഈ അടുത്ത് നമുക്ക് പറയുകയാണെങ്കിൽ രോമാഞ്ചം മാത്രമായിരിക്കും മനസ്സിലെല്ലാവർക്കും ഉള്ളൂ. പിന്നെ അത് തൊടാൻ പേടിയുള്ളൊരു സബ്ജക്റ്റ് ആണ് ആക്ച്വലി. അപ്പം പക്ഷെ പ്രേതം എന്ന് പറഞ്ഞ സിനിമ ഞാനും ജയസൂര്യ, അജു വർഗീസ്, ഞാനും GP എല്ലാം ചെയ്തൊരു സിനിമയുണ്ടല്ലോ. അതും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഈ പറഞ്ഞ പോലെ ഹൊറർ കോമഡി ജോണറിലുള്ള പടം. പക്ഷെ അതിനകത്ത് കോമഡി എന്ന് പറയുന്നതിന് നമ്മൾ കുറച്ചുകൂടെ കുറച്ചായിരുന്നു കണ്ടത്. കാരണം കുറച്ച് സീരിയസ് നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ തോന്നി. അപ്പം ഹലോ മമ്മിയുടെ ഒരു വ്യത്യാസം ഷരഫുന് തോന്നിയത് എന്താ, ബീങ് ആൻ ആക്ടർ ആൻഡ് ബീങ് ആൻ ഓഡിയൻസ്? അതെന്താണെന്ന് വെച്ചാല് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സിനിമയിൽ ഈ കഥയില് ഈ ഒരു സ്പേസിൽ ഈ കഥ നമുക്കറിയാവുന്ന വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് ഒരു സ്പിരിറ്റിന്റെ പ്രസൻസ് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് തോന്നുന്ന ന്യൂലി വെഡഡ് കപ്പിളിന്റെ ഇടയിലേക്ക് ഒരു സ്പിരിറ്റ്, അതും ഒരു റിലേറ്റീവ് തന്നെ വരുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ആ സാഹചര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു അച്ചടക്കമൊക്കെ ഇല്ലാത്ത ഒരുത്തൻ നല്ലതായിട്ട് പഠിക്കുന്ന നല്ലൊരു പെൺകുട്ടി കല്യാണം കഴിച്ചു കഴിയുമ്പോ ആ കുട്ടിയുടെ അമ്മയ്ക്ക് തോന്നുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇവൻ എന്റെ മോളെ നഴിപ്പിക്കോ എന്നുള്ള അതിനോടൊക്കെ തോന്നുന്ന ആ ഒരു വൈബിലാണ് ആ സിനിമയുടെ സ്പേസ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന മദറിലോ അല്ല, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി മദറിലോ എന്നുള്ള സ്ഥലത്താണ് അത്. ഈ അമ്മായിമ്മ വേറെ ലെവലാണെന്നല്ലേ? വേറെ ലെവലാണ്. അതാണ്. ബട്ട് ഷരഫു, ഡു യു ബിലീവ് ഇൻ ദിസ് അദൃശ്യ ശക്തി? ലൈക്ക് നമ്മൾ എപ്പോഴും പറയത്തില്ലേ എന്തോ ഏതോ ഒന്ന് എന്നൊക്കെ നമ്മൾ പറയില്ലേ? പേടിപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്ന, അങ്ങനെയെല്ലാം ഉണ്ട്. നമ്മുടെ ദൈവവിശ്വാസം അനുസരിച്ചിട്ടുള്ള ആ ശക്തികൾ, അല്ലെങ്കിൽ അങ്ങനെയല്ലാതെ വേറെ ഈ നമ്മൾ പറയുന്ന ഈ പ്രേതം എനിക്ക് ഒട്ടും ഇതില്ല. ഞാൻ പ്രേതത്തിനുള്ളിൽ കാണാറില്ല. കാരണം കണ്ടിട്ട് എനിക്കിതുവരെ
ചെറുപ്പത്തിൽ ഈവിൾ ഡെഡ് കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. അല്ലാതെ പിന്നീട് അങ്ങോട്ട് വളരെ ചെറുപ്പത്തിൽ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും. പക്ഷെ ഇന്ന് ഈവിൾ ഡെഡ് എന്ന് കണ്ട് ചിരിച്ചാവും. അപ്പം എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ പൊതുവിൽ സിനിമകൾ കാണാറില്ല. എനിക്കങ്ങനെ ആ വിശ്വാസമില്ലാതെ ആ സാധനം ഞാൻ കണ്ടിട്ട് ഒരു കാര്യമില്ലാതെ എനിക്ക് തോന്നിയത്. പക്ഷേ പ്രേത സിനിമ ജനറലി കാണാത്ത ഒരാളാണോ? കാരണം എന്നെ കൊണ്ട് ഇപ്പോഴും കാണാൻ പറ്റത്തില്ല, കാരണം ഞാൻ പേടിക്കും, അത് ഉറപ്പാണ്. ബട്ട് ഷെരീഫ് കാണാറുമില്ല. എനിക്ക് കാണാറില്ല, എനിക്ക് പേടി കൊണ്ടല്ല, ഒരിക്കലും പേടി കൊണ്ടല്ല. പക്ഷെ അത് ഈ സ്പിരിറ്റിന്റെ പ്രസൻസ് നമുക്കൊരു വിശ്വാസം വരേണ്ട കാര്യമുള്ളൂ ഒരു സിനിമയുടെ കഥ വരെ. അപ്പൊ അത് ഫീൽ ചെയ്യുന്നില്ല. അത് ഞാൻ പലപ്പോഴും പാരനോർമൽ ആക്ടിവിറ്റിയും അങ്ങനെ പല സിനിമകളും ട്രൈ ചെയ്തപ്പോഴും എനിക്ക് ഇല്ല. പക്ഷെ എനിക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ട് തോന്നുന്ന സിനിമകൾ ഈ മറ്റേ തുമ്പാട് അല്ലെങ്കിൽ പഴയ ശ്രീകൃഷ്ണ പരുന്ത് അങ്ങനത്തെ സിനിമകളോട് എനിക്കൊരു ചിരി അതെനിക്ക് പ്രശ്നമാണ്. ഈ മറ്റേ മന്ത്രം അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കാണാറുമില്ല. ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല ബ്രഹ്മയുഗം. പക്ഷേ ബ്രഹ്മയുഗം കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കാണാനും സാധ്യതയില്ല. ഭയങ്കര ഇൻട്രസ്റ്റ് കുറവാണ് സത്യത്തിൽ. അങ്ങനത്തെ ചില സിനിമകൾ ഷെരീഫിനെ നാളെ തേടി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ വന്ന ഷെരീഫ് വല്ലാണ്ട് പെട്ടുപോവോ? ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് പാടുപെടുവോ? ഇല്ല, ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെ മിക്കവാറും അതിൽ നിന്ന് ഒഴിവാകാനേ സാധ്യതയുള്ളൂ. കാരണം എനിക്ക് എന്നെ അങ്ങനെ ചെയ്യാനും എനിക്ക് ആ പറയുന്നത് മനസ്സിലാവാനും പറ്റിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. ആ സംവിധായകനും പെട്ടുപോകും. എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? അപ്പം പൊതുവിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വേറെ ഒരു നിവൃത്തിയില്ലെന്നുണ്ടെങ്കിലൊക്കെയാണ് അതിലേക്ക് എത്തിപ്പെടുള്ളൂ. അല്ലെങ്കിൽ വളരെ ഇതായിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നിന്നോട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ സ്പേസിലുള്ള സിനിമകളോട് എനിക്ക് സോ ഷെരീഫിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഷെരീഫ് പേഴ്സണലി കൺവിൻസ്ഡ് ആവാത്ത ഒരു സബ്ജക്റ്റിനോടോ മേ ബി ഒരു തീമിനോടോ മേ ബി യെസ് പറയാൻ ഡൗട്ട്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതല്ല ഏതാണെങ്കിലും ഷെരീഫ് എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെയോ ഒരു വ്യക്തിനെയും കൂടെ കുറച്ച് കൺവിൻസ് ചെയ്യുന്നതിലേക്കാണ് പ്രിഫറബിൾ എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? എനിക്ക് മനസ്സിലാവണം. ഞാൻ ആർട്ടിസ്റ്റ് എനിക്ക് മനസ്സിലാകാതെ ഞാൻ ആ സിനിമ ചെയ്യുന്നതിൽ കാര്യമില്ല. നിങ്ങളുടെ സിനിമ ഞാൻ വന്ന് ചെയ്തോളാം എന്നുള്ള അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ മനസ്സിലാകാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ അല്ല, ഞാനിപ്പോ സംസാരിച്ചപ്പോഴാണ് തോന്നിയത്. കാരണം ചിലവരുണ്ടാവുമല്ലോ മേ ബി ബിക്കോസ് ഓഫ് ദ ഡയറക്ടർ അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് കമ്മിറ്റ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. ചിലര് രണ്ടും കൽപ്പിച്ച് കമ്മിറ്റ് ചെയ്യുന്നവരുണ്ടാകാം. ബട്ട് ഐ തിങ്ക് യു ആർ ലിറ്റിൽ മോർ കോൺഷ്യസ് ആൻഡ് കൺവിൻസിങ് ആവാൻ തയ്യാറാവുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി. അത് എന്റെ ഒരു സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി അതിൽ ഒരു എന്താ പറയാ ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഇത് ഇന്നതാണെന്നുള്ളൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പോലും ഞാൻ ഡയറക്ടർക്കും റൈറ്റർക്കും എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പം എനിക്ക് അറിയാൻ കൂടി ചെയ്യാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അവർക്ക് എനിക്ക് പറഞ്ഞു തരാനേ നേരം ഉണ്ടാവുള്ളൂ, അവരുടെ സിനിമ ചെയ്യാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകും. അപ്പൊ ഒരു ഐഡിയ എനിക്ക് കിട്ടണം. അതിപ്പോ ഞാൻ എന്റെ അടുത്ത് പറയാണ് ഗ്രാവിറ്റി പോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് പോയി പഠിച്ച് അതുപോലത്തെ ഒരു അവസ്ഥയെ ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അതല്ലാതെ പെട്ടെന്ന് ആ മറ്റേ സ്യൂട്ട് ഇട്ടിട്ട് ഞാൻ മറ്റേ കയറി ഇരുന്നാ പോരെ, അതിനെ പിടിച്ചോളാം എന്ന് പറയുന്ന ആ സാധനം എനിക്ക് പറ്റില്ല. അതങ്ങനെ പഠിക്കാനും എല്ലാം പറ്റിക്കഴിഞ്ഞാൽ അത് ചെയ്യാം. മനസ്സിലായി. ആൻഡ് ഹലോ മമ്മി ഫൈഡിൽ ഏറ്റവും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കഥ പറഞ്ഞപ്പോ തോന്നിപ്പോ പറഞ്ഞ ആ കാറ്റടിച്ചൊരു ഓഷൻ. ഓക്കെ, അതല്ലാതെ ഞാൻ പൊതുവെ ആക്ടേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ വർഷം 2024 ബാക്ക് ടു ബാക്ക് മലയാള സിനിമയ്ക്ക് നല്ല ഒരു വർഷമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഓഡിയൻസിന്റെ പൾസും ഭയങ്കര ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. കുറെ കൂടെ സിനിമയെ കാണുന്ന രീതിക്കും മാറ്റമുണ്ട്. സോ ഷെരീഫ് ആസ് ആൻ ആക്ടർ ഒരു യെസ്, ഞാൻ ഇവിടെ ഓഫീസിൽ ഞങ്ങൾക്ക് ഈ സിനിമ വന്നപ്പോൾ എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഷറഫുദ്ദീൻ ആയതുകൊണ്ട് എന്തെങ്കിലും കാണും, പുള്ളി വെറുതെ കയറി യെസ് പറയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം എത്രത്തോളം റെസ്പോൺസിബിൾ ആൻഡ് റിസ്ക് ഉണ്ട് ഷെരീഫ് ഇപ്പൊ സ്ക്രിപ്റ്റ് വരുന്ന ടൈമില്? റെസ്പോൺസിബിൾ ആണ്, നമ്മൾ റെസ്പോൺസിബിൾ ആണ്. പക്ഷെ നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ്. ഒരു 70-80 പേരുള്ള ഒരു മൊത്തം ക്രൂവിന്റെ അകത്ത് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെ അല്ലേ ഉള്ളൂ, ബാക്കി കുറെ പേരുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഓഡിയൻസിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നതിൽ കുറച്ച് ഭയങ്കരമായിട്ടൊന്നുമല്ല, ഒരു സ്റ്റാർ സീനിലൊന്നും അല്ലെങ്കിലും കുറച്ച് പേര് നമ്മുടെ ഓൺ ക്രൗഡായിട്ട് നിൽക്കുന്നവർക്ക് സന്തോഷം വരണം. അങ്ങനത്തെ ഒരു സിനിമയാണ് എപ്പോഴും ചെയ്യേണ്ടത് എന്നൊരു ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാനത് ഓഡിയൻസ് എന്നുള്ള കാര്യത്തിലേക്ക് ചിന്തിക്കാറുള്ളത്. ഞാൻ അത് എന്റെ ഒരു ഇഷ്ടം കറക്റ്റ് ആണോ എന്ന് നോക്കും. പിന്നെ ഇതിലേക്ക് കണക്ക്. ഇപ്പൊ ഞാൻ കുറെ നാള് കൂടിയാണ് കോമഡി സിനിമ ചെയ്യുന്നത്. അപ്പൊ കോമഡി ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ സ്ട്രീം സിനിമയിലൊരു ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്, കോമഡി ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആദ്യത്തെ മൂവിയാണ് ഹലോ മമ്മി. അല്ലാത്ത സിനിമകളിലെല്ലാം അത് വേറെ രീതിയിലുള്ള ഒരു ഫീൽ ഗുഡ് സിനിമകളൊക്കെ ആയിരുന്നു. ഒരു ത്രൂ ഔട്ട് ഒരു
കോമഡി ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് ഹലോ മമ്മി. അപ്പം എനിക്ക് അതിലൊരു ആ രീതിയിലൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇപ്പൊ ഷെരീഫ് അത് പറയുമ്പോഴല്ലാതെ ഷെരീഫ് അയ്യോ ഷെരീഫ് ലീഡ് ചെയ്യുന്ന കോമഡി ക്യാരക്ടർ ഇതാണ്. കാര്യം ഷെരീഫ് ചെയ്ത കോമഡി ക്യാരക്ടേഴ്സ് ആളുകളുടെ ഉള്ളിൽ അത്രയും ഇരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഷെരീഫ് പറയുമ്പോഴായിരിക്കും അതെ പെട്ടെന്ന് ആളുകൾ അത് ചിന്തിക്കത്തുള്ളൂ. അതെ, പക്ഷെ ഞാൻ പറയുന്നത്, ഞാനിപ്പോ പ്രിയനോട്ടത്തിൽ എന്നൊക്കെ പറയുന്ന സിനിമ, തോൽവി, FC, അങ്ങനെ കുറെ സിനിമകൾ ചെയ്തു. മധുരമനോരമത്തിൽ ചെയ്തിട്ടുണ്ട്. മധുരമനോരമം ത്രൂ ഔട്ട് ഹ്യൂമർ ആണെങ്കിലും അതിന്റെ അകത്ത് ഷെരീഫിന്റെ അവസ്ഥ ഭയങ്കര ഒരു കഷ്ടം അവസ്ഥയാണ്. അതെ, അതുപോലത്തെ തന്നെ കഷ്ടാവസ്ഥ. കഷ്ടകാല സ്റ്റാർ എന്നുള്ള പേര് അത് കിട്ടാൻ സാധ്യതയുള്ള ഒരു പരിപാടിയില്ല. ആ സീസണിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സീസണിലും പേരാണത്, എന്ത് ചെയ്യാം. അപ്പം പക്ഷേ ഹാപ്പി, എന്താ പറയാ, നമ്മൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഒരു 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 നല്ല സിനിമ കിട്ടില്ല. എന്താ പറയാ, ഇപ്പൊ എല്ലാവർക്കും കുറച്ച് നല്ല സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾക്ക് മൊത്തത്തിൽ വരുള്ളൂ. അതിൽ നിന്ന് പോയിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് തന്നെ നല്ലത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. നമുക്കായിട്ട് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഹലോ മമ്മിനെ കുറിച്ച് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാനൊരു പോയിന്റിൽ ചെറുതായിട്ട് ഓക്കെ, ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് 100% ഷുവറായിട്ടും തിയേറ്ററിൽ ഓഡിയൻസിന് കാണാൻ വരാൻ പറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ അത്ര തിയേറ്ററിൽ എത്തിയിട്ട് അവരുടെ ഇഷ്ടം നോക്കാം. പക്ഷെ തിയേറ്ററിലേക്ക് വരാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന ഒരു സിനിമയിലേക്ക് വേണം ഇനി കേറാൻ എന്നൊക്കെ വിചാരിച്ച് നിന്ന സമയത്താണ് ഹലോ മമ്മിയുടെ കഥ കേൾക്കുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഫാന്റസി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവി, ഇത്ര കോമഡി ഉള്ള ഒരു മൂവി അത് ഈ അടുത്ത കാലത്ത് വേറെ ഇല്ല. നമ്മളിപ്പോ ഈ അടുത്ത് കാണുന്നതല്ല, ഈ കുറച്ച് ഡാർക്ക്, കില്ലിങ്, ചോര, ശോകം, ആ അവസ്ഥയിൽ നിന്നും അങ്ങനത്തെ ഒരു മൊത്ത അവസ്ഥ നിൽക്കുന്നുണ്ട്. അതൊന്നും മോശം സിനിമകളോ അല്ലെങ്കിൽ അങ്ങനെയല്ല, മൊത്തത്തിൽ അത് എല്ലാ കാലത്തും ഉണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥകൾ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹലോ മമ്മി ഇറങ്ങുന്ന ഈ സ്പേസിൽ കുറച്ച് നാളായിട്ട് കിട്ടാത്തൊരു ഹ്യൂമർ പരിപാടി കിട്ടും. ഫാമിലി ആൻഡ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു സിനിമയായിട്ടാണ് അതിന്റെ ഒരു കാര്യം. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് 100% ഉറപ്പാണ്. അതിലാണ് എന്റെ കോൺഫിഡൻസ്. എനിക്ക് തോന്നുന്നു പിള്ളേരാണ് ശരിക്കും ഒരു സിനിമയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പില്ലേഴ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരെത്തിയ എല്ലാവരും എത്തുമെന്ന് നമ്മൾ പറയും. അതെ, പക്ഷെ അവരെത്തിയാലെന്ന് വെച്ചാൽ അവരെത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ സിനിമയും കാണാം. പക്ഷെ ഞാൻ പറയുന്നത് അറിയാം, അവർ എൻജോയ് ചെയ്യുന്നത് കാണണമല്ലോ. എന്ന് വെച്ചാൽ അവർക്കെല്ലാം മനസ്സിലാവണല്ലോ. ഞാൻ എന്റെ മകളെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീക്കാണ് പ്രേതം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണിച്ചത്. അപ്പോഴാണ് ആ സിനിമ കാണുന്നത്. ഭയങ്കരമായിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഇതുവരെ ആൾ അങ്ങനത്തെ സിനിമ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്റെ. അപ്പോ തോൽവിയൊക്കെയാണ് കണ്ടിരുന്നത്. അപ്പം പ്രേതമൊക്കെ കണ്ടപ്പോ പ്രേതത്തിൽ അപ്പൊ വൈഫ് പറയുന്നുണ്ട്, അത് നിങ്ങളുടെ പഴയ കോമഡിയാണ്, അതൊക്കെ മക്കളെ കാണിക്കണോ എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ ഈ പഴയ കോമഡി ആണെങ്കിൽ കണ്ടു. ഹൊറർ കോമഡിയുടെ ഫാനാണ് ആക്ച്വലി ഇത്. അപ്പൊ ഞാൻ ഹൊറർ ഫാനാണ്. അപ്പൊ ഞാനൊന്ന് കാണട്ടെ ഇത് വിചാരിച്ചിട്ട് ഞാൻ കൂടെ ഇരുന്ന് കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണില്ല. അപ്പൊ കൂടി ഇരുന്ന് അങ്ങനെ കണ്ടപ്പോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായ ആള് അത്. ഞങ്ങൾ എന്നിട്ട് കുറച്ച് കണ്ട് പോയിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം ഞാൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ആള് സിനിമ കണ്ടു തീർത്തു. ഞാൻ കണ്ടു തീർത്തട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ. എനിക്ക് തോന്നുന്നു അതേപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് പെറ്റ് ഡോക്ടർ എന്ന് എനിക്ക്. കാരണം പെറ്റ് ഡിറ്റക്റ്റീവ് കണ്ടപ്പോഴും അതിന്റെ പോസ്റ്റർ കണ്ടപ്പോഴും എനിക്ക് പണ്ട് ഇംഗ്ലീഷിൽ ഡൂ ലിറ്റിൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മൃഗങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറിന്റെ കഥ. അതെ, അപ്പം അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിട്ട് അത് പിന്നെയും റീമേക്ക് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മലയാളത്തിൽ സത്യത്തിൽ അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ കുറവാണ്. ആൻഡ് എഗെയിൻ ഷെരീഫിന്റെ സൈഡിൽ എഗെയിൻ പെറ്റ് ഡിറ്റക്റ്റീവ് കണ്ടപ്പോൾ ഞാൻ തന്നെ റേഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ദൈവമേ അതുപോലത്തെ ഒരു എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് കോർ അതിൽ ഉണ്ടാവണേ എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നോർമൽ. പെറ്റ് ഡിറ്റക്റ്റീവ് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ. നമുക്ക് ഭയങ്കര ബേസിക്കലി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നതിൽ ഡിറ്റക്റ്റീവ് അങ്ങനെ സിനിമയുണ്ട് ഏസ് വെഞ്ചുറാസ്, ഈ പറഞ്ഞ പോലെ ജിം ക്യാരിയുടെ. പക്ഷെ നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് പെറ്റ് ഡിറ്റക്റ്റീവ് ഐഡിയ വരാൻ കാരണം ഞങ്ങളെല്ലാം ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒരുമിച്ചിരിക്കുക. അപ്പൊ അവിടെ നമ്മുടെ വിജയ് എന്ന് പറഞ്ഞ അപ്പു എന്ന് പറഞ്ഞൊരു സുഹൃത്തിന് ഒരു ചുയി എന്ന് പറഞ്ഞൊരു ഒരു ഷിറ്റ്സു പട്ടിയിട്ട്. അപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര പരിചയമുള്ള. ഒരു ദിവസം ഞാനോ വന്നപ്പോൾ എന്തോ ഡോർ തുറന്നപ്പോ ഇവൻ ഇറങ്ങി ഓടിയിട്ട് പിന്നെ കണ്ടില്ല. ഞങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ കാക്കനാട് ഭാഗത്തുള്ള എല്ലാ പോക്കറ്റ് റോഡ്സിലും എല്ലാം അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടില്ല. അവസാനം അപ്പു ഭയങ്കര സങ്കടമായി, അപ്പുന് ഭയങ്കര വിഷമമായി. അങ്ങനെ ഞങ്ങളിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ സൗബി, നസറി അങ്ങനെ എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ഇട്ടു.
അത് കഴിഞ്ഞ് കുറച്ച് ദിവസം രണ്ടാമത്തെ ദിവസമാണ് അവിടെ ഒരു വീട്ടിൽ നിന്ന് അവിടെ കുറച്ച് പിള്ളേർ അതിനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവരിതൊന്നും അറിഞ്ഞില്ല. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് ഇതിന് കിട്ടുന്നത്. അപ്പൊ അതിന് കിട്ടിയതിന് ശേഷം അങ്ങനെ തന്നെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രണീഷ് എന്ന് പറയുന്ന പെറ്റിന്റെ ഡയറക്ടർ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എടാ ഇങ്ങനെ അപ്പുവിന്റെ ഇതൊക്കെ പോയി, നമുക്ക് ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ഐഡിയ ഭയങ്കര നല്ലല്ലേ, ശരിക്കും ഒരു പട്ടിക്കുഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട് കണ്ടുപിടിച്ചു കൊടുക്കുക. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 100 പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരു പൂച്ചക്കുഞ്ഞിനോ അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞിനെ കൊടുക്കുന്ന വില ഒരു ഫാമിലിയിലെ ശരിക്കൊരു മെമ്പർ പോലെ ആയിരിക്കും അല്ലെ, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കും അത്. അപ്പൊ അത് അതിനേക്കാൾ സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ ഇതിന് പ്രോപ്പറായിട്ട് ആരുണ്ട് എന്നൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആക്ച്വലി ഇന്ത്യയിലെ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തിട്ടൊന്നും ആരും കണ്ടില്ല. അപ്പോഴാണ് ആ ഐഡിയ സ്ട്രൈക്ക് ചെയ്ത്, പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഐഡിയ സ്ട്രൈക്ക് ചെയ്ത്, പെറ്റിംഗ് ആയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ പെറ്റ്സിന്റെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള സംഭവം അങ്ങനത്തെ ഒരു കഥയിലേക്ക് എത്തും. അടിപൊളി. ഭയങ്കര കേട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്. ഇനിയിതിപ്പം വിഷ്വലി ഇതെങ്ങനെ ആയിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നല്ല രസമാണ്. ഏതായാലും വരട്ടെ, നമുക്ക് വെറുതെ ബിൽഡപ്പ് കൂട്ടി പേടിപ്പിക്കണ്ടാര്. ഓക്കെ, ഒന്ന് വളരെ സമാധാനമായിട്ട് പടമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവന്ന് എല്ലാ മലയാളികളും പ്രസന്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ബട്ട് ഷറഫ്, ആ പറഞ്ഞ സാധനം ഇച്ചിരി പേടിയുള്ള സാധനമാണ് ഈ ബിൽഡപ്പ്. കാര്യം പല സിനിമകൾക്ക് സത്യം പറഞ്ഞ ബിൽഡപ്പ് കൊടുത്ത് ലാസ്റ്റ് പണി കിട്ടുന്നതായിട്ട് പലപ്പോഴും തോന്നുന്നു. അതെ 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 അതുകൊണ്ട് വളരെ ഇപ്പം മറ്റേ പിരാജിലെ ലൂസിഫർ, എമ്പുരാനെ കുറിച്ച് അയ്യോ ഇതൊരു ചെറിയ പടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്നുള്ള ആ രീതിയില്ലേ, അതുപോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ബിൽഡപ്പ് ഉണ്ടാക്കാതിരിക്കാൻ പെടുന്ന പാടെ ഇല്ലല്ലോ, ഇതൊരു ചെറിയ സിനിമയാണ്. ഓക്കെ, മഞ്ജു വാര്യർ, മോഹൻലാല്, ടൊവിനോ, കുറച്ച് പേര് വളരെ ചെറിയ കാസ്റ്റൊക്കെ ആയിട്ട് അല്ലേ. ബോളിവുഡിൽ നിന്നൊക്കെ ഒരു 5-6 പേരുള്ളൂ എന്നൊക്കെ ഇത് എമ്പുരാനില്. ലാസ്റ്റ് കൊറിയന്ന് മറ്റേ ഡോങ്ലിയൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും അറിയുള്ളൂ. അതുവരെ ആരൊക്കെ ആയിരിക്കും എനിക്ക് അറിഞ്ഞോണ്ട്. ജാക്കി ചാനൊക്കെ ഉണ്ടാവുന്ന വരെ ഞാൻ ഡൗട്ട് അടിക്കുന്നുണ്ട്. എന്തും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എമ്പുരാൻ. ഒരു ഞാൻ അതിന്റെ ഒരു ചെറിയ ഒരു കാര്യമൊക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എമ്പുരാനെ കുറിച്ച്. ഭയങ്കര എന്താ പറയാ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ഞാൻ ഒരു വാർത്ത കേട്ടു. അപ്പൊ എനിക്ക് അമ്മേ ആണോ പരിപാടി ഉണ്ടല്ലോ, നൈസായിരിക്കും. മലയാള സിനിമയിൽ അങ്ങനെ വലിയ സിനിമകളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു തോന്നലും അങ്ങനെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന എല്ലാമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഈ പറഞ്ഞ എമ്പുരാനോ അല്ലെങ്കിൽ ലൂസിഫറോ അങ്ങനത്തെ വലിയ സിനിമകളും ഉണ്ടാവുക. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഷറഫുവിന്റെ ഇപ്പൊ സിനിമകളുടെ ലൈനപ്സും കഥകളും പറയുമ്പോൾ ഞാൻ ആലോചിക്കട്ടെ, അറ്റ് എനി മൊമെന്റ് ഷറഫു എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യു ആർ ലക്കി ദാറ്റ് യു ആർ ഇൻ മലയാള സിനിമ, അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു ആക്ടർ ആണല്ലോ ഞാനെന്നുള്ള ഒരു ലക്കി ഫീൽ? ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് ഇവിടെ ഭയങ്കരമായിട്ട് കാരണം അതെ ഞാൻ അതിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയിൽ എന്തും എടുക്കും നീ എന്തും നമ്മൾ എടുക്കും. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് നമ്മൾ എടുക്കും, മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. മലയാള സിനിമയിൽ അത് ഒറിജിനലിനെ തിരിച്ചറിയാൻ നല്ല കഴിവാണ് മലയാളികൾക്ക്. അപ്പൊ അത് ഭയങ്കര സത്യമാണ്. അപ്പൊ എന്താ പറയാ, അതിന്റെ മുമ്പിൽ കള്ളത്തരം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അതും അവർക്ക് നന്നായിട്ട് അറിയാം. കള്ളത്തരത്തിന് പറയുമ്പോ തന്നെ അവർക്ക് ആ പരിപാടി പിടി കിട്ടും, മനസ്സിലായോ? അപ്പൊ എന്തായാലും ഒറിജിനലി നമുക്ക് പ്രസന്റ് ആവാൻ പറ്റും. അത് എന്ത് ആർട്ടാണെങ്കിലും നമ്മളുടെ നാടിന്റെ പോളിറ്റിക്സ് ആണ്, എന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ ഒരു പ്രത്യേകത എന്താണ്, എന്തുകൊണ്ടോ നമ്മുടെ ഭാഗ്യമാണ്, നമ്മുടെ നാടിന്റെ ഭാഗ്യമാണ്. ഈ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രി അല്ലാതെ വേറൊരു ഇൻഡസ്ട്രിയിൽ ആയിരുന്നു. ഇപ്പൊ ആദ്യമായിട്ട് ഞാനിങ്ങനെ ചോദ്യം കേൾക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ പെട്ടെന്ന് ലാംഗ്വേജിൽ എന്റെ പൊസിഷൻ വെറുതെ പ്ലേസ് ചെയ്തപ്പോ ഓക്കെ എന്റെ പൊന്നെ വേണ്ട, എനിക്ക് ഇവിടെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് നല്ലത്. അല്ല, എനിക്കും എന്തോ ഷറഫുവിന്റെ ചോയ്സ് ഓഫ് വർക്കുകൾ കേട്ടപ്പോ എനിക്ക് തോന്നി ഇതൊക്കെ തമിഴിലോ ഹിന്ദിയിലോ ഒക്കെ ആണെങ്കിൽ പോലും പെട്ടെന്നൊന്നും ഇതൊന്നും ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. ബട്ട് മലയാളി ഓഡിയൻസ് ആർ ഓൾവേസ് റെഡി ഫോർ ഓൾ ദ എക്സ്പെരിമെന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതെ നമ്മള് ആക്ച്വലി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ സ്ത്രീ 2ന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ, 2007-ലോ 2006-ലോ മറ്റോ ഇറങ്ങിയ ചതിക്കാത്ത ജന്തു എന്ന് പറയുന്ന സിനിമയിൽ ഹൊറർ എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ ട്രോളി ഇട്ടതാണ്. നമ്മളതിനെ മറ്റേ ഭയങ്കര ട്രോളി വിട്ട് കോമഡി ബിഹൈൻഡുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കാണിച്ചു തന്നു. ബിഹൈൻഡുള്ള അതില് ട്രോളുന്ന ഒരു പ്രേതമുണ്ട്. ആ പ്രേതത്തിന് തലയെടുത്ത് ആ പ്രേതം കയ്യിൽ വെച്ചിട്ട് നടന്നു പോകുന്ന ഒരു പ്രേതമായിട്ട് കൊച്ചിനെ ആരും ചെയ്താണ്. അത് വെച്ചിട്ടല്ലേ ആക്ച്വലി സ്ത്രീ 2-ല് ഫുള്ളായിട്ട് നമ്മൾ പേടിപ്പിച്ചത്. അല്ലെങ്കിൽ ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രേതം അതാണ്. അപ്പൊ ഞാനിങ്ങനെ ഈ പ്രേതത്തിന് ഞങ്ങൾ പണ്ട് 10-15 വർഷം മുമ്പ് കണ്ട പ്രേതമാണല്ലോ, ഈ പ്രേതം ഇപ്പൊ അവിടെയാണോ
സ്ഥാനത്തിലാണ് ഞാൻ ആലോചിച്ചത്. പക്ഷേ ട്രൂ, എനിക്ക് തോന്നുന്നു ഇത്രയും കോൺഫിഡന്റ് ആയ ഒരു ഇൻഡസ്ട്രി വേറെ ഉണ്ടാവില്ല ഐ തിങ്ക്. അതെ 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 അതെ. നമ്മളുടെ മലയാള ഇൻഡസ്ട്രി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കോമഡി പരിപാടി ഇപ്പൊ നമ്മൾ ഇപ്പൊ ശരിക്കും കോമഡി ഒരു മെയിൻ ജോണറായിട്ട് അല്ലെങ്കിൽ മെയിൻ ജോണറായിട്ട് വരുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അല്ലെങ്കിൽ ലവ് സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞത് കോമഡി, ഇത് നമ്മുടെ ഒരു മെയിൻ ജോണറാണ്. നമ്മൾ ആ ജോണറിൽ അഗ്രഗണ്യന്മാരുമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യമുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോഴാണ് മറ്റുള്ള ഇൻഡസ്ട്രി, ഇപ്പൊ 80s പ്രിയൻ സാറും 90s സിദ്ദിഖ് ലാൽ സാറൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു കോമഡിയുടെ ഒരു റൂട്ട് ഉണ്ട്. അത് ഭയങ്കര വലുതാണ്. അത് നമ്മുടെ ഒരു ഭയങ്കര അടിത്തറയാണ്. അതിന് എന്താ പറയാ, നമ്മളത് നമ്മുടെ എന്താ പറയാ, നമ്മള് എന്തൊരു വേർഡ് യൂസ് ചെയ്യാ, എന്തൊരു വാക്ക്. അപ്പൊ അതുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രി. അപ്പൊ കോമഡി സിനിമകൾ എപ്പോഴും മലയാള സിനിമയ്ക്ക് വേണം താനും. ആ രീതിയിൽ ഞങ്ങളും ആസ് എ ഓഡിയൻസ് മിസ് ചെയ്യുന്ന ഒരു ജോണറാണ് അത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലൊക്കെ ഒന്ന്, കാരണം എല്ലാ ഡയറക്ടേഴ്സും പറയും അതൊരു ഇത്തിരി റിസ്ക് ആണ്, ചിരിപ്പിക്കാനാണ് പാട്, ചിരിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ബട്ട് സമ്മൺ ഹാസ് ടു ടേക്ക് ദി റിസ്ക്. അത് വളരെ സത്യം, അത് വളരെ സത്യമാണ്. കോമഡി ഇനി നമ്മുടെ ഇവിടെയൊക്കെ കുറെ കോമഡി സിനിമകൾ ഉണ്ടാവും. ഇപ്പൊ വിപിൻ ദാസിന്റെ സിനിമകള് എല്ലാം നല്ല രസമുള്ള ഒരു എന്റർടൈനേഴ്സ് ആണ്, കോമഡി എന്റർടൈനേഴ്സ് ആണ്. അപ്പം ഞാൻ എല്ലാ വിപിൻ ദാസ് അയാളുടെ പ്രൊഡക്ഷനിലാണെങ്കിലും അപ്പൊ അങ്ങനെ സിനിമകൾ ഉണ്ടാവുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. ഷെരീഫുൻ എപ്പോഴെങ്കിലും എവിടെങ്കിലും സ്റ്റക്ക് ആവുമെന്ന് പേടിച്ചിട്ടുണ്ടോ? ലൈക്ക് ഒരു സമയത്ത് മുഴുവൻ റാസൽ ഖൈമയിലെ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ വരത്തിന്റെ അകത്ത് പെട്ടുപോകുമെന്നോ ഒക്കെ എവിടെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഒരു സ്റ്റീരിയോ ടൈപ്പ് ആകുമെന്ന് പേടിച്ചോ? പേടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അതിനു മുമ്പ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പ്രത്യേക ലൂപ്പിലേക്ക് കണക്ട് ആവുകയാണോ എന്ന് തോന്നുമ്പോൾ ഞാൻ അത് ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്കത് ഇതുവരെ എനിക്കത് തരക്കേടില്ലാത്തൊരു റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മമ്മി വരെ അങ്ങനെ ഞാനിപ്പോ വേറെ ഏതോ ലൂപ്പിൽ കിടക്കുവാണല്ലോ, അതിന് മാറണമല്ലോ എന്ന് തോന്നിയിട്ട് വന്ന സിനിമയാണ് മമ്മി. അപ്പൊ അതിന്റെ ഇത് വർക്ക് ആവുകയാണെങ്കിൽ ആ രീതിയിൽ എനിക്കതൊരു മാറ്റം കൂടിയാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മാറ്റം എനിക്ക് കിട്ടുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം പ്ലാനിങ് ആണ് കേട്ടോ, ഇതെല്ലാം കംപ്ലീറ്റ് പ്ലാനിങ് ആ. ഇതെല്ലാം നടന്ന് കിട്ടിയ രക്ഷപ്പെട്ട് പ്ലാനിങ്ങിന്റെ ആശാന്മാരാണ് നമ്മള്. പ്ലാനിങ് ഒക്കെ അടിപൊളിയാണ്, പ്ലാനിങ് വർക്കായ രക്ഷപ്പെട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പ്ലാനിങ് വർക്ക്ഔട്ട് ആവാൻ അവരും മാക്സിമം നോക്കുന്നതായിരിക്കും. എല്ലാവരോടും സിനിമ കാണാൻ പറയാ, എല്ലാവരും സിനിമ കാണട്ടെ. ഹലോ മമ്മി എല്ലാവർക്കും സന്തോഷം തരും, അതെനിക്ക് ഉറപ്പാണ്. കുട്ടികൾക്ക് സിനിമയുടെ ഒരു മൊമെന്റിൽ പോലും എത്ര ചെറിയ കുട്ടികളാണെങ്കിലും പേടിക്കില്ല. അങ്ങനെ പേടിപ്പിക്കുന്ന ജംപ് സ്കെയർസോ അങ്ങനെ ഒന്നും ഇല്ല. അതില് ഫുൾ ഫണ്ണിലാണ് നിൽക്കുന്ന പടം. ചിലപ്പോ ഇതൊരു ടോം ആൻഡ് ജെറി വരെ പോലെ ഫീൽ ചെയ്യാവുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ പറക്കും തളിയേക്കും അത്രയും വലിയൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതല്ല കേട്ടോ. ഇനി ആ ട്രോഫി ഒന്നും മേടിക്കാനുള്ള ശക്തി എനിക്കില്ല. പക്ഷെ അതുപോലത്തെ സിനിമയാണ്, അതുപോലെ രസമുള്ള സിനിമയാണ്. എന്തായാലും ഹലോ മമ്മി ഫൈഡ് ആവാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ചില പ്രേത സിനിമകളിലെ ചില കാര്യങ്ങൾ ഞാൻ പറയാം, ഏത് സിനിമയാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? പറയാം. ട്രൈ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്റെ അടുത്ത് പ്രേത സിനിമകൾ അധികം കാണാത്ത എന്നോട് ചോദിച്ചാൽ ഇച്ചിരി പ്രശ്നമായിരിക്കും, എന്നാലും ചോദിച്ചു. ഇത് അത്ര പേടിപ്പിക്കുന്നതല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇത് ഷെരീഫുദ്ദീന് വളരെ ഈസി ആയിരിക്കും, ട്രൈ ചെയ്യാം. ശരി. കുമാരേട്ടാ. അയ്യോ, കുമാരേട്ടൊക്കെ എനിക്കറിയില്ല. കുമാരേട്ട പഴയ പടമാണ്. അല്ലെന്ന്, കുമാരേട്ടാന്ന് പ്രേതം വിളിക്കുന്നത് കേട്ടിട്ടില്ല? കുമാരേട്ട അത് ഏത് പടത്തിലാന്ന് എനിക്കറിയില്ല. അയ്യോ, കുറച്ചു മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞതാ. ആണോ? അയ്യോ പാളി. ഏതായിരുന്നു? ശ്രീകൃഷ്ണപരുന്ത്. ശ്രീകൃഷ്ണ പരുന്ത് കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അത് കണ്ടിട്ടില്ല ശ്രീകൃഷ്ണ പരുന്ത്. ഞാനത് എടുത്തു. ഓക്കെ, അടുത്തത്. ഇത് കഥയുടെ ഒരു ചെറിയ ലൈൻ പറയാം, അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു ഹൃദയം കൈമാറിയപ്പോഴേക്ക് കൂടെ പ്രേതം വന്നു. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. എനിക്കറിയാം. അത് ആയുഷ്കാലല്ലോ? യെസ്, ഇതാണ് ആയുഷ്കാലാണ്. ഓക്കെ. ഡിബുക്ക് എന്ന് പറഞ്ഞ ബോക്സ്. ഡിബുക്ക് എന്ന് പറഞ്ഞൊരു ബോക്സ്, അതിലൂടെയാണ് പ്രേതം വന്നത്. മലയാളമാണ്. കുറെ കാലത്തിന് ശേഷം മലയാളത്തിൽ ഒരു സമയത്ത് വന്ന നല്ലൊരു പ്രേതപടമായിരുന്നു. ആ പൊളിച്ച് വലിയ കുഴപ്പമില്ല കേട്ടോ, തട്ടിത്തടഞ്ഞൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വേണ്ട, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഊഹം അറിയോ? അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, പറയൂ. ലാസ്റ്റ് വൺ, ഹോജോ ബോർഡ്. അത് രോമാഞ്ചം. പക്ഷെ അതിനു മുമ്പ് അപരിചിതനുണ്ട് കേട്ടോ. അപരിചിതനുണ്ട്. ഞാൻ ഇനി പ്രേത സിനിമ കാണാത്ത ആള്, ഞാൻ കൊറേ ഒക്കെ കട്ട് ചെയ്തതാ, ഇല്ല ഞാൻ കുറച്ചും കൂടി ഇട്ടായിരുന്നു.
ബട്ട് അല്ല നമ്മള് സിനിമയുടെ ആളായതുകൊണ്ട് കുറച്ചൊക്കെ അറിയാൻ പറ്റുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഹോറർ സിനിമകൾ അധികം കാണാത്ത എന്നാൽ ഒരു കിടിലൻ ചിരിക്കാനുള്ള ഒരു ഹോറർ സിനിമ തന്ന ഷറഫു, സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു അപ്പം വെരി മച്ച്. അടിപൊളി അപ്പോ ആവട്ടെ. ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? തീർച്ചയായും. ഓൺ എയറിൽ പ്രാർത്ഥിച്ചാൽ ചിലപ്പോ ദൈവം കേൾക്കും. ഒന്ന് പ്രാർത്ഥിക്കാവോ? ഹലോ മമ്മി, വലിയ വിജയമാവട്ടെ. ആദ്യമായിട്ട് ഒരാൾ എന്നോട് ഇങ്ങനെ പറയുന്നത്. അല്ലേ, ആ ഓണറിലാ പ്രാർത്ഥിക്കാൻ വന്ന. അപ്പൊ ഓൾറെഡി നമ്മൾ എയറിലാണ്. അപ്പൊ ദൈവമായിട്ട് വളരെ അടുത്തായിരിക്കും നിൽക്കുന്നത്. ഇത് ചളിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടാവോ? ഇല്ല, ചളിയല്ല. അപ്പൊ നമ്മൾ ഓൺ എയർ ആക്ച്വലി അതെ എന്തോ പറയാൻ വന്നേ? അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ സാധാരണ രീതിയിൽ അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും എല്ലാ ആശംസകളും ഷറഫുദ്ദീന്റെ പുതിയ സിനിമയായ ഹലോ മമ്മി ഒരു വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും വന്ന് കാണുക എന്ന് പറഞ്ഞാണല്ലോ അത് കൺക്ലൂഡ് ചെയ്യാൻ നോക്കിയത്. ഞാൻ അങ്ങനെ കൺക്ലൂഡ് ചെയ്തൊന്നുമില്ല. ഇത് നിങ്ങളുടെ നാട്ടിലെ ആർജകളാണ്, ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. പറയില്ലേ, കുറച്ചേരം കഴിഞ്ഞ് അങ്ങോട്ടേക്കാ പോകുന്നത്. ഓക്കെ, എല്ലാവരും നിങ്ങളെല്ലാവരും ഒരു മതസൗഹാർദ്ദത്തിൽ നിൽക്കുന്നതാണ് മൊത്തത്തിൽ ഞങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ എന്തായാലും പറയുന്ന ഒരു ആദ്യത്തെ കാര്യം, എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളതാണ് എന്റെ സ്ഥിരമായ ഇത്. സ്ഥിരമായതാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ CG, ഇതിന്റെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട്, ഇതിന്റെ VFX എന്ന് പറയുന്നത് ഈ സിനിമയിലെ ഏറ്റവും വലിയ സ്റ്റാർ, ഏറ്റവും കാശ് കൊടുക്കപ്പെട്ട ഏരിയ VFX ആണ്. ഓക്കെ, അല്ല അത് സത്യസന്ധമായിട്ട് പറയണല്ലോ, ഏറ്റവും വലിയ സ്റ്റാർ VFX ആണ്. എന്ന് വെച്ചാൽ ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും ഇതിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സിനിമ ഒരു ഇച്ചിരി ബിഗ് ബഡ്ജറ്റ് സിനിമയാവുന്നത്. കാരണം ഇത് ഏറ്റവും ക്വാളിറ്റി ഇപ്പൊ എല്ലാം ചെയ്ത കമ്പനിയാണ് നമ്മളുടെ ഇതിന്റെ VFX ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വളരെ ആ VFX വർക്ക് കാണാൻ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. അത് അങ്ങനത്തെ ഒരു സിനിമയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാതൊക്കെ. എന്തായാലും ഓൺ എയറിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കും. ഞങ്ങൾ എന്തായാലും പോയി കാണും. തീർച്ചയായും പ്രാർത്ഥിക്കും. കണ്ടിട്ട് ഞങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്.